ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരുടെ ലിസ്റ്റാണ് ഇന്ന് ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് 2 പേരാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രേണു സുധി, അനിമോൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 2 മത്സരാർത്ഥികൾ എന്നാണ് സൂചന. ഞായറാഴ്ച തുടങ്ങിയ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഇതിനോടകം തന്നെ ചില പൊട്ടിത്തെറികൾ സംഭവിച്ചു കഴിഞ്ഞു. യൂട്യൂബേഴ്സിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ഒട്ടുമിക്ക ആളുകളും മത്സരാർത്ഥികളായി എത്തി. 19 പേരാണ് വീടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഷോ തുടങ്ങി 2 ദിവസം പിന്നിടുമ്പോൾ മത്സരാർത്ഥികളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ട്. അതിൽ തന്നെ എല്ലാവർക്കും അറിയേണ്ടത് രേണു സുധിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. അടുത്തിടെയായി സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന താരമാണ് രേണു സുധി. ഷോർട്ട് ഫിലിം ഉദ്ഘാടനം അങ്ങനെ ഓരോന്നായി തിരക്കിലായിരുന്ന രേണു സുധി ബിഗ് ബോസിൽ പോകണമെങ്കിൽ അതിന് തക്കതായ പ്രതിഫലവും ലഭിക്കുന്നുണ്ടാവും എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതേസമയം ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് 2 പേരാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രേണു സുധി, അനിമോൾ എന്നിവരാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 2 മത്സരാർത്ഥികൾ എന്നാണ് സൂചന. പ്രതിദിനം ഇവർ വാങ്ങുന്നത് 50,000 രൂപയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബിഗ് ബോസിലേക്ക് വരാൻ തയ്യാറായിരുന്നില്ല രേണുവെന്നും പിന്നീട് ഒരുപാട് ചർച്ചകൾ ശേഷമാണ് ഷോയിൽ പങ്കെടുക്കാൻ സമ്മതിച്ചെന്നും രേണുവിന്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. റീൽസും ഷോർട്ട് ഫിലിമും ഉദ്ഘാടനവുമായി തിരക്കിലായിരുന്ന രേണുസുധി ആവശ്യപ്പെട്ടത് ദിവസവും 1 ലക്ഷം വീതം പ്രതിഫലം വേണമെന്നാണ്. ബിഗ് ബോസിനായി മാറി നിൽക്കുമ്പോൾ രേണുവിന്റെ ജോലിയെയും ഫെയിമിനെയെല്ലാം ബാധിക്കുമെന്നതുകൊണ്ടാണ് അവർ വൻതുക ആവശ്യപ്പെട്ടത്. ധാരാളം ഫാൻസും ഹേറ്റേഴ്സും ഉള്ള ആളാണ് രേണു. അതുകൊണ്ട് തന്നെ ഷോയുടെ വ്യൂവർഷിപ്പ് കൂടാനും സാധ്യതയുണ്ട്. ഇതുപോലുള്ള ഏറ്റവും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.